പാമ്പിനെ പാലൂട്ടി വളർത്തിയാൽ അത് അവസാനം കൊടുക്കുന്ന കൈക്ക് തിരിഞ്ഞു കൊത്തും എന്നൊരു ചൊല്ലുണ്ട്. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത്. പാകിസ്ഥാൻ പാല് കൊടുത്ത് വളർത്തിയ കുറേ ഭീകര സംഘടനകളുണ്ട്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തോയ്ബ, ഒരു മുജാഹിദിൻ്റെ ഒരു ഗ്രൂപ്പ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, അതേപോലെ തന്നെ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഒരു വിഭാഗവും. ഇപ്പോൾ പാകിസ്ഥാനിൽ ആഴപ്പാടെ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് പാകിസ്ഥാൻ. ഇവന്മാർ മണ്ടന്മാരാണെന്നുള്ളതിന് നമുക്ക് സംശയമൊന്നും വേണ്ട. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെ കയറി നമ്മുടെ രാജ്യത്ത് കയറി നമ്മുടെ ആളുകളെ, നമ്മുടെ സഹോദരന്മാരെ വെറുതെ വെടിവെച്ച് കൊല്ലിച്ചപ്പോൾ അതിന് വലിയ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അവരുടെ കണക്കൂട്ടലെന്ന് പറയുന്ന ഒന്ന്, കാശ്മീരിനെ തകർക്കണം. കാരണം കാശ്മീരിൽ 2.3 കോടി ടൂറിസ്റ്റുകളാണ് കഴിഞ്ഞ വർഷം വന്നത്. ഇപ്രാവശ്യം ആ ടൂറിസ്റ്റ് സീസണിൻ്റെ പീക്കായപ്പോഴാണ് ഈ പണി ഇവന്മാർ നടത്തിയത്. കാരണം കാശ്മീരിനെ സാമ്പത്തികമായിട്ട് തകർക്കുക ഒന്ന്. കാരണം POKയിൽ അവിടെ പട്ടിണിയാണ് ആളുകൾ, ഒന്നുമില്ല. പാകിസ്ഥാനിൽ തന്നെ പട്ടിണി. POKയിലാണെങ്കിൽ അവരൊന്നും നോക്കത്തില്ല, അവരുടെ രണ്ടാം കിട പൗരന്മാരായിട്ടേ അവരെ പരിഗണിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം അവർ നോക്കുമ്പോൾ ഇവിടെ സ്വർഗമാണ് കാണുന്നത് കാശ്മീരിൽ. അപ്പോൾ അവിടുന്ന് അവരെയൊക്കെ ഇളക്കി വിട്ട് ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയിൽ ഉപദ്രവം ഉണ്ടാക്കുക, നമ്മുടെ രാജ്യത്ത് അൺസ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യം സാമ്പത്തികമായിട്ട് തകർക്കുക. രണ്ടാമത്തെ ഉദ്ദേശമാണ് ഏറ്റവും വലിയ ചതി, വിഷം. അതായത് ഇന്ത്യയിൽ അവർ നോക്കിയപ്പോൾ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ തമ്മിലുള്ള ഒരുമിപ്പൊക്കെയാണ്. ഇവിടെ മതവൈവിധ്യം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ മതത്തിൻ്റെ പേരിലൊന്നും ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലൊന്ന് അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഓരോരുത്തരുടെ മതം ചോദിച്ചിട്ട് അവരെ ഹിന്ദുക്കളാണെന്ന് മനസ്സിലാക്കി പുരുഷന്മാരെ മാത്രം വെടിവെച്ചില്ല. എന്നിട്ട് ആ പെൺകുട്ടിയാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെയും കൂടെ കൊല്ലാൻ പറഞ്ഞു. അപ്പം അതിന് ഭർത്താവിനെ വെടിവെച്ചു വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ പറഞ്ഞു എന്താണെന്നറിയോ, ഇത് നീ പോയി, നിന്നെ ഞാൻ കൊല്ലില്ല, നീ പോയി മോദി എടുത്ത് ചോദിക്കാൻ. നരേന്ദ്രമോദി എടുത്ത് ചോദിച്ചു, കിട്ടുകയും ചെയ്തു അവന്മാർക്ക്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതായിരുന്നു. അതായത് ഹിന്ദു മുസ്ലിം ലഹള ഇവിടെ നന്നായിട്ടുണ്ടാക്കണം. കാരണം ഹിന്ദുവിൻ്റെ പേര് ചോദിച്ചു കൊന്നു, കാശ്മീരിലെ മുസ്ലിങ്ങളാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർത്താൽ വലിയ പ്രശ്നമാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ബാക്ക് ഫയർ ചെയ്തു. കാരണം അതോടുകൂടി ഇവിടെ കാശ്മീരിലെ ജനങ്ങളെന്ന് പറയുന്ന അവരൊന്നായി. അവർ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ഹിന്ദുവും മുസ്ലിമും ഒന്നും വ്യത്യാസമൊന്നുമില്ല, ഞങ്ങളെല്ലാം ഒന്ന് തന്നെയാണ് എന്നൊരു പ്രഖ്യാപനം അവർ അന്ന് തന്നെ നടത്താനുള്ള ഇടയുണ്ടായി. ഇത് കാരണം അങ്ങനെ അതുകൊണ്ട് അത് ബാക്ക് ഫയർ ചെയ്തതേ ഉള്ളൂ അവന്മാർക്ക്. പിന്നെ അടുത്തെന്താണ്, ഇന്ത്യയുടെ ശത്രുത അവന്മാർ വിളിച്ചു വരുത്തുകയാണ്. നമ്മൾ നല്ല രീതിയിൽ അവരെടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവർ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് എന്ന് ഈ വഴക്ക് വിലയ്ക്ക് വാങ്ങിക്കണം. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താണ്, വെറുതെ ഒരു ആരോപണം ഇന്ത്യക്കെതിരെ. അതായത് ബലൂജികൾക്ക് വേണ്ട സഹായം, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA എന്നുള്ള പേരിൽ ഒരു ആർമി തന്നെ അവർക്കുണ്ട് ബലൂചിസ്ഥാന്. അവർക്ക് പ്രത്യേകം ആർമി ഉണ്ട് അവർക്ക്. അവരെ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഈ പാകിസ്ഥാൻ പട്ടാളക്കാരെ അങ്ങോട്ട് റെഡിയാക്കും, എടുക്കും, കൊല്ലും. അവർ ഒരു ട്രെയിൻ തന്നെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു എക്സ്പ്രസ് ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തിയതാണ് അവർ, കേട്ടോ. എന്നിട്ട് അവർ അതില്ലാത്ത വേറെ ആരെയും കൊന്നില്ല, പട്ടാളക്കാരെ മാത്രം കൊന്നു. അവർക്ക് പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊല്ലുക എന്നുള്ളതല്ലാതെ അവർ യുദ്ധം ചെയ്യുന്ന പാകിസ്ഥാനോടാണ്, അല്ലാതെ പാകിസ്ഥാൻ ജനതയോടല്ല. അതാണ് അവരുടെ പ്രത്യേകത. ഇന്നിപ്പോൾ അവർ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാനിനകത്ത് ഉള്ള പട്ടാളം 14 പേരുണ്ടായിരുന്നു. മൈൻ വെച്ച് സ്ഫോടനം നടത്തി തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ട് ആ വീഡിയോ അവർ പുറത്തിട്ടേക്കാണ്. എല്ലാവരും കാണാനായിട്ട് അത് കൊടുത്തേക്കാണ് ആ വീഡിയോ. ഇനി ഇതല്ല അതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ തന്നെ ഈ ലാഹോറിൽ, അപ്പോൾ അത് പഞ്ചാബ് പ്രവിശ്യയാണല്ലോ, ലാഹോറിൽ വിമാനത്താവളത്തിനടുത്ത് സ്ഫോടന പരമ്പര ഉണ്ടായതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ അവിടെ സ്ഫോടനങ്ങളുണ്ടായി. ഏതായാലും ഇന്ത്യ ആക്രമിച്ചു എന്നവർക്കൊരു കേസില്ല. ഇന്ത്യ വിമാനത്താവളത്തിനടുത്തെങ്കിലും ആക്രമണം നടത്തി ഇന്ന് ഇന്ത്യ ആക്രമിച്ചതായിട്ട് അവർക്ക് കേസില്ല, ഇന്ത്യ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ സ്ഫോടനങ്ങൾ നടന്നു, അവിടെ സൈറണൊക്കെ മുഴങ്ങി ആളുകൾ പരക്കം പായാണ്
ജീവന് വേണ്ടി. ആ രീതിയിലുള്ള വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ഇവർക്ക് ഇതെല്ലാം ആവശ്യമാണ്. കാരണം ഇവിടെ നിരപരാധികളായിട്ടുള്ള 26 എണ്ണത്തിനെ വെടിവെച്ച് കൊന്നില്ലേ. വെടിവെച്ച് കൊന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് യവന്മാരും അവിടെ സുഖമായിട്ട് കയറി ഇരിക്കുക, കാലും വെച്ച് കയറിയിരുന്നു. കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അടിയെ 9 സ്ഥലത്ത് അടിച്ച് നാശിപ്പിച്ചു. മസൂദ് അസറിൻ്റെ അവൻ്റെ ഏറ്റവും വലിയ ഭീകരനാണ്. ഇന്ത്യയിൽ നിന്ന് ബലമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോയതാണ്. അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള 4 പേരും, അത് കൂടാതെ അവൻ്റെ ബന്ധുക്കളും 14 പേര് അവരെ റെഡിയാക്കി കൊടുത്തു. യവൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. കാരണം യവൻ്റെ വീടും അവൻ്റെ ഓഫീസും യവൻ്റെ ഈ ഭീകരത്താവളവും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ കോംപ്ലക്സാണ്. ഏതാണ്ട് 10-18 ഏക്കറോ എങ്ങാണ്ട് വരുന്ന ഒരു സ്ഥലത്താണ്. അതിനകത്ത് പ്രിസിഷനോടുകൂടി അവൻ്റെ വീട് അടിച്ച് തകർത്ത് റെഡിയാക്കി. ഇത് മാത്രമല്ല, ഇനി എന്നിട്ട് പറഞ്ഞത് ആരംഭമാണ്. കാരണം ഇന്ത്യയുടെ 21 ഭീകരത്താവളങ്ങളുടെ ലിസ്റ്റുണ്ട് അവരുടേത്. ഈ ലിസ്റ്റൊക്കെ എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് ആണ് യഥാർത്ഥത്തിൽ. നല്ല ഇൻ്റലിജൻസ് വർക്ക് നമുക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, നല്ല ഇൻ്റലിജൻസ് വർക്കാണുള്ളത്. അവിടെ ഈ പാകിസ്ഥാനിലൊക്കെ ഒരുപാട് അഭയാർത്ഥികളൊക്കെ ഉണ്ട്. അവരെയൊക്കെ വളച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ഇച്ചിരി പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് വിവരം അവർ കയറി അവിടുന്ന് റെഡിയാക്കി എടുത്ത് ശരിയാക്കി കൊടുക്കും. അങ്ങനെ ആ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ തഹാവൂർ റാണ എന്ന് പറയുന്ന ഭീകരനുണ്ടല്ലോ, നമ്മുടെ ബോംബെ ഭീകരാക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഹെഡ്ലിയോടൊപ്പം ഉണ്ടായിരുന്നവൻ, അവനെ ഇന്ത്യക്ക് കിട്ടിയല്ലോ അമേരിക്കയിൽ നിന്ന്, കനേഡിയൻ പൗരൻ. അവനെ കിട്ടിയതോടുകൂടി അവനെ പാലൂട്ടി വളർത്തിയത് ഇവരാണ്, പാകിസ്ഥാനാണ്. അവനിതെല്ലാം തത്ത പറയുന്ന പോലെ ഇവിടെ എവിടൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവന് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. ആ രീതിയിലായിരിക്കുമല്ലോ ചോദ്യം ചെയ്യുന്നത്. അവന് വേറെ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. അവനെ നല്ല വൃത്തിയായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനിതെല്ലാം പറഞ്ഞു. ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങൾ എവിടൊക്കെയാണുള്ളത്. ഇവൻ ലഷ്കർ ഇ തൊയ്ബയുമായിട്ടുള്ള അസോസിയേഷൻ, അവൻ കാനഡയിൽ പോയെങ്കിൽ പോലും ഇതുമായിട്ടുള്ള അസോസിയേഷനൊന്നും അവൻ വിട്ടിട്ടില്ല. അവനെ ലഷ്കർ ഇ തൊയ്ബയുമായിട്ടുള്ള അടുപ്പം ഇപ്പോഴും ഉണ്ട്. ആ ഭീകര സംഘടന ഹിസ്ബുൾ മുജാഹിദീൻ ഇവരുമായിട്ടൊക്കെ ഉള്ള അടുപ്പമുണ്ട്. ഈ ബലൂചിസ്ഥാൻ ആർമി ഈ സമയം നോക്കിയപ്പം അവർ നോക്കിയപ്പം നല്ലൊരു കാലാവസ്ഥയായിട്ടോ. കാരണം അവർക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് അടിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് അവരുടെ പണി അങ്ങ് നടത്തി തുടങ്ങി. ഇപ്പോൾ അതാണ് കാണുന്നത്. പഞ്ചാബിൽ ഇതേപോലെ, പാകിസ്ഥാനിലെ പഞ്ചാബിൽ ഇതേപോലെ അൺറസ്റ്റാണ് ഉള്ളത്. അത് 2 വിഭാഗങ്ങളാണ് അവിടെ ഇവരുമായിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അതിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് വളരെ ഹാർഡ് കോറായിട്ടുള്ള പാകിസ്ഥാൻ താലിബാൻ. അതെല്ലാം ഇവന്മാർ പാലൂട്ടി വളർത്തിയതാണ്. പാകിസ്ഥാൻ താലിബാൻ അവരെന്ന് പറയുന്നതുണ്ട് പാകിസ്ഥാനിൻ്റെ ഇവിടെ ഇലക്ഷൻ പോലും വേണ്ട കേട്ടോ. ഇപ്പോഴത്തുള്ള ഈ രീതിയൊക്കെ മാറണം, ഇലക്ഷനൊന്നും പാടില്ല, അവിടെ രാജഭരണം പോലെ പോയാൽ മതി, താലിബാൻ്റെ ഭരണം മതി അവിടെ. അത് മാത്രമല്ല, വെറും ഒരു ഇസ്ലാമിക് കൺട്രി, അതായത് അഫ്ഗാനിസ്ഥാനൊക്കെ നടക്കുന്നതിനും ഒരു പടിയും കൂടെ അപ്പുറത്ത് ഉള്ള ഒരു ഇസ്ലാമിക് കൺട്രി ആയിട്ട്, ഹാർഡ് കോർ ഇസ്ലാമിക് കൺട്രി ആയിട്ട് അങ്ങ് മാറണം. അവിടെ ആർക്കും സ്വാതന്ത്ര്യമൊന്നും പാടില്ല, സ്ത്രീകൾക്കൊന്നും സ്വാതന്ത്ര്യം, ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നടക്കുന്നവരാണ് പാകിസ്ഥാൻ താലിബാൻ. ഇവരുമായിട്ട് ഇപ്പോൾ യുദ്ധത്തിലാണ് പാകിസ്ഥാനുമായിട്ട്. പാകിസ്ഥാന് കിട്ടാവുന്നിടത്തുനിന്നെല്ലാം അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം POKയിൽ 5 സ്ഥലങ്ങളിലാണ് ഇന്ത്യ ആക്രമിച്ചത്, ഈ 5 കേന്ദ്രങ്ങൾ. അതേപോലെ പഞ്ചാബിലെ 4 കേന്ദ്രങ്ങളും. ഇനി ഇന്ത്യയുടെ കയ്യിൽ ബാക്കി 12 ഭീകരതാവളങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. അതിനി അടിക്കത്തില്ലെന്നും പറയാനൊക്കത്തില്ല. ഇതെല്ലാം അടിച്ചങ്ങ് നശിപ്പിക്കണം. കാരണം ഇവന്മാർ അവിടെ സിവിലിയൻസിനെ അല്ലല്ലോ നോക്കുന്നത്, അവിടെ ഇതേപോലുള്ള ഭീകരരുടെ താവളമല്ലേ. ഈ ഭീകരർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനാണ്? വേറെ അഫ്ഗാനിസ്ഥാനിൽ പോകാനോ റഷ്യ പോകാനോ ഒന്നും അല്ല ഇവന്മാരെ ട്രെയിനിങ് കൊടുക്കുന്നത്, ചൈനയിൽ പോകാനോ അല്ല. ഇന്ത്യയിലേക്ക് ആളുകളെ അയച്ച് നമ്മുടെ നാട്ടിനെ ഉപദ്രവിക്കുക, നമ്മുടെ രാജ്യത്തെ ഉപദ്രവിക്കുക, നമ്മുടെ രാജ്യത്തെ ശല്യം ഉണ്ടാക്കുക, നമ്മുടെ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് നശിപ്പിക്കുക, എക്കണോമി നശിപ്പിക്കുക. ഈ ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഇതുപോലെ പടച്ചുവിടാനായിട്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായത്. അത് തകർക്കാനുള്ള അവകാശം ഇന്ത്യക്കുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ ഭീകരരെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും ഒക്കെ വേറെ ഒരു ഉദ്ദേശത്തിനുമല്ല, ഇന്ത്യയെ എയിം ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ന്യായമായ അവകാശമുണ്ട് ഈ ഭീകരത്താവളങ്ങളെ തകർക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ 9 എണ്ണം തകർത്തതുപോലെ ഈ അടുത്ത ഈ 12 എണ്ണം ഉണ്ടല്ലോ ലിസ്റ്റ് കയ്യിലുള്ളത്,
അടിച്ച് നശിപ്പിക്കണം യവന്മാർ, അതാ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് നോക്കുന്നത്. എന്നിട്ട് പ്രകോപനം ഉണ്ടാക്കുന്നതോ, ഇന്നലെ ഇത് ഇന്ത്യ ചെയ്ത് ന്യായമായ കാര്യമാണ് ഇന്ത്യ ചെയ്തത്, റിട്ടാലിയേറ്റ് ചെയ്തതാണ്. അതിന് ഷെല്ലിങ് അങ്ങോട്ട് നടത്തി. അതായത് POKയിൽ നിന്ന് നമ്മുടെ കാശ്മീരുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തുള്ള രജൗരി, അതുപോലെ തന്നെ കുപ്വാര, പൂഞ്ച്, ഉറി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ അതിഭീകരമായ ഷെല്ലിംഗ് ആണ് ഇവർ നടത്തിയത് പാകിസ്ഥാൻ. അത് നടത്തിയത് വേറെ ആരുടെയും നോക്കിയല്ല, സിവിലിയൻസിനെ, അതായത് ഗ്രാമവാസികളെ നോക്കി അവരുടെ വീട് തകർക്കുകയാണെന്നുള്ളതാണ്. 15 ജീവിതങ്ങൾ ഇന്നലെ പൊലിഞ്ഞു കേട്ടോ. അതിനകത്ത് ഏറ്റവും സങ്കടകരമായെന്ന് പറയുന്നത് അതിലെ 5 കുഞ്ഞുങ്ങളുള്ളതാണ്. 13 വയസ്സിന് താഴോട്ടുള്ള 13 വയസ്സ് മുതൽ താഴോട്ടുള്ള 6 കുഞ്ഞുങ്ങൾ അതിൽ കൊല്ലപ്പെട്ടു. ഇവന് കുഞ്ഞുങ്ങളെന്നോ യവന്മാർക്ക് അതൊന്നുമില്ല, യാതൊരു ബോധവുമില്ല. അല്ലെങ്കിൽ ഗ്രാമവാസികളെ ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? വേറെ എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം അതുപോലെ തന്നെ വീരമൃത്യു വരിച്ചു. അപ്പോൾ ഇത് പാകിസ്ഥാൻ പട്ടാളത്തിന് ഒരുപാട് നാശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പുറത്തറിയത്തില്ല, കാരണം ഇവന്മാർ പറയത്തില്ല. അവരെ പട്ടാളക്കാരായിട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ഗണിക്കത്തേ ഇല്ല. അതാണ് അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ഇടപാട് മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ അല്ലെന്ന് അവർ പറയും. ഇത് ഞങ്ങളുടെ പട്ടാളക്കാരല്ല, ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും. ആ രീതിയിലാണ് അവന്മാർ പെരുമാറുന്നത്. അതുകൊണ്ട് അവർക്ക് പട്ടാളക്കാർ മരിക്കുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ വലിയ ആൾനാശം അവർക്കുണ്ടായിട്ടുണ്ട്. അത് പുറത്തറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇല്ലാത്ത ക്ലെയിമൊക്കെ ഇവർ പറയും. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റൊക്കെ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയും. വിദേശ മാധ്യമങ്ങളൊക്കെ BBC-ലൊക്കെ അത് കാണിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ അത് കാണിക്കുന്നത് പാകിസ്ഥാൻ ക്ലെയിംസ് എന്നാണ് അവർ കാണിക്കുന്നത്. ക്ലെയിം ചെയ്തു. അവർ ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് 5 ആദ്യം 5 എണ്ണമാണെന്നാണ്, 5 വിമാനങ്ങളെന്നാണ്. പിന്നെ അത് അവർ തന്നെ ഒരുത്തൻ, അവിടുത്തെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ, അത് 3 വിമാനങ്ങളാക്കി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പഴയ ഏതോ എണ്ണമാണ് കാണിക്കുന്നത്. മാത്രമല്ല ഗാസയിലോ ഇസ്രയേലിലോ അതേപോലുള്ള ഭാഗത്തുനിന്നോ ഏതാണ്ടൊക്കെ എടുത്ത വീഡിയോ ഉക്രൈൻ യുദ്ധത്തിൽ വരണ്ടെന്ന് പറയപ്പെടുന്നു. അത് ആ രീതിയിലുള്ളതാണ് എന്ന് പറയപ്പെടുന്നു. അതറിയാൻ വയ്യ. ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായതായിട്ട് നമ്മുടെ രാജ്യം സ്ഥിരീകരിച്ചിട്ടില്ല, നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുമില്ല. ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. കാരണം നമ്മുടെ രാജ്യത്തു നിന്ന് പാകിസ്ഥാൻ അകത്തേക്ക് പോകാതാണ് ഈ അറ്റാക്ക് നടത്തിയേക്കുന്നത്. 100 കിലോമീറ്റർ പോകാവുന്ന നമ്മൾ അത് 450 പേരെ പോകും. സ്കാൽപ് മിസൈൽ, ഒരു മിസൈലിൻ്റെ ഭാരം എന്ന് പറയുന്ന 1300 കിലോയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ മിസൈലാണ് അടിച്ച് അങ്ങോട്ട് വിട്ടുകൊടുത്തത്. അത് 100 കിലോമീറ്റർ അതിർത്തിയിൽ നിന്ന് അത് പ്രിസിഷനിൽ പോയി ശരിയാക്കി വന്നിട്ട് അതാണ് റെഡിയാക്കി കൊടുത്തത്. ഈ ഭഗവത്പൂരിലൊക്കെ അതാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഇത് അതുപോലെ സ്കമ്മർ ബോംബ്, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് പെരുമാറേണ്ടത്. ഇനി ബാക്കിയുള്ള ഭാഗത്തും കൂടെ ഇത് പ്രയോഗിക്കണം എന്ന് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. കാരണം നമ്മുടെ സഹോദരങ്ങൾ ഇനി കൊല്ലപ്പെടാൻ പാടില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഈ ഷെല്ലിങ്ങിൽ കൊല്ലപ്പെട്ടതിന് യഥാർത്ഥത്തിൽ അതിന് തിരിച്ച് ചോദിക്കേണ്ടത് തന്നെയാണ്. തിരിച്ചു ചോദിക്കുന്നത് അവിടുത്തെ സിവിലിയൻസിനെ കൊന്നിട്ടാകണ്ട, നമുക്ക് അവിടുത്തെ പട്ടാളക്കാരെ കൊന്നിട്ടാവണം. കാരണം അവന്മാർ മാത്രമാണ് നമ്മുടെ കാര്യം.